അതേടോ, അത് തന്നെ ഞാൻ പറഞ്ഞേ. ആ വണ്ടി അവിടെ കൊണ്ടുവച്ചത്. ആദ്യം നിങ്ങൾ അതിന്റെ 5 രൂപ തന്ന് സെറ്റിൽ ചെയ്യും, എന്നിട്ടല്ലേ ബാക്കി. ആ റെഡ് വണ്ടിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ആ അത് മനൂബ്രോനോട് പറ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പെയ്ത. അയ്യോ അയ്യോ, ഒരുത്തോടെ വീട് നടന്നിട്ട് ആരുമില്ലേ വീട്ടില് എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കാൻ? അയ്യോ, വരൂല, ആരും വരൂല. അവളെ എന്നെ എണീക്കണം. അമ്മ അമ്മ അമ്മ. അയ്യോ അയ്യോ, എന്തോന്ന് കൊച്ചെ, മനസാക്ഷി ഇല്ലാതെ ഒരാള് വീണ് കിടക്കുമ്പോൾ എണീപ്പിച്ചൊരു കൈ കൊടുത്ത് എണീപ്പിക്കാൻ നല്ലാതെ കക്കന്ന് ചിരിക്കണത്. പൊന്നു പപ്പ, സോറി, ഞാൻ പിടിക്കാം. വേണ്ട 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 വേണ്ട. എന്തോ പപ്പാ, എന്തോ എന്റെ പൊന്നു ലച്ചു, ഒന്നും പറയണ്ട. ഞാൻ നോക്കുമ്പോ പപ്പ എന്തോ സർക്കസ് ചെയ്തിട്ട് ദേ ഇവിടെ സയൻസ് ലാബിലെ തവള കിടക്കണ പോലെ അതാ കിടക്കുന്നു. ഇങ്ങനെ ചിരിക്കല്ലേ കേട്ടാ. ഞാൻ അതുകൊണ്ട് ഇരിച്ചല്ലോ അപ്പ, അവളെ ആക്ഷൻ കണ്ടിട്ട് ഇരിച്ചതാ. അതാരല്ലേ ചിരിക്കൂലേ? അയ്യോ, എന്നെ തള്ളിയിടാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ വെള്ളം എടുത്ത് ഒഴിച്ചതാണ്. മര്യാദയ്ക്ക് ആരാണെന്ന് പറഞ്ഞോ? പപ്പ എന്തിനാ എന്നെ നോക്കണം? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ലേ പപ്പ. പിന്നെ നിങ്ങൾ രണ്ടുപേരും അറിയാതെ എങ്ങനെ ഇവിടെ വെള്ളം വന്നു? അല്ല, നമ്മുടെ വീടിനുള്ള ചോർച്ച ഉണ്ടായോ? മണ്ടത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ ലച്ചു. ലച്ചു, നീ പറയുന്നത് കള്ളമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാ പണിഷ്മെന്റ് ക്രൂരമായിരിക്കും, പട്ടാളത്തിലുള്ളത് പോലെ. ഞാനങ്ങ് കഴിച്ചു. ഓഹോ, അപ്പൊ നീയല്ല, നീയും അല്ല, എന്നാ പിന്നെ ഞാനായിരിക്കും അല്ലേ? ആ ബെസ്റ്റ്. എന്നിട്ടാണ് ഇത്ര നേരം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എടുത്ത് ചോദ്യം ചെയ്തോണ്ടിരുന്നത്. പപ്പയ്ക്ക് വല്ല ആവശ്യമുണ്ടോ പപ്പ ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് സ്വയം പോയി വീഴേണ്ടത്? ഇപ്പൊ എന്തായി? നടുടിഞ്ഞാ ഒടിഞ്ഞാ? പപ്പ, എനിക്കൊരു ഡൗട്ട്. ഇനി വല്ല എലിയോ പൂച്ച എങ്ങനെ ഇതിലും മുള്ളിട്ട് പോയതാണെങ്കിലോ? അല്ലേ? അല്ല, എലിയിലും പൂച്ചയിലും മൂത്രമല്ല. അതുമല്ല, ഒരു എലിക്കോ പൂച്ചയ്ക്കോ ഇത്രയും മുള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. അതെ, എലിയും പൂച്ച എത്ര മുള്ളണം നോക്കി കിടക്കുകയാണല്ലോ പപ്പൻ. എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോ നോക്കിയാലും ഇവിടെ ആ കൊച്ചിയും ബഹളമുള്ള. നമ്മളല്ല, ഈ പാപ്പാനാണ്. പപ്പനല്ല കൊച്ചെ, പപ്പൻ, ഹവീൽദാർ പപ്പൻ, അതാണ് എന്റെ പേര്. എന്തിന്, എന്താ പ്രശ്നം? എന്റെ പൊന്നു പാപ്പു, പപ്പനെ വീഴ്ത്താൻ വേണ്ടി ആരോടെ വെള്ളം കോരി ഒഴിച്ചെന്നാണ് പപ്പൻ പറയണത്. അല്ല, ഹലോ, എന്താ മിസ്റ്റേക്ക്. വീഴ്ത്താൻ വേണ്ടിട്ടല്ല, വീഴ്ത്തി, വീണു. അതാരുടെ കറുത്ത കരങ്ങളാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ പോവും. പോപ്സ്, ഈ വീഴുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഓരോരോ യോഗങ്ങളല്ലേ. ലീവ് ഇറ്റ്. ഒരു ലീവും ഇല്ല. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പറയച്ചാ, ഒരു 10-500 രൂപ എടുത്തോണ്ട് ഗേറ്റിനെ അങ്ങോട്ട് വാ. മുമ്പേ ഫ്രണ്ട് ഗേറ്റിന്റെ അങ്ങോട്ട് വരായി. നമ്മള് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ഞങ്ങളവിടെ നിപ്പുണ്ട്, നീ കൊണ്ടുവാ. ഓ ശരി. അപ്പൂപ്പ, എന്റെ കയ്യില് പൈസ ഉണ്ട്. നിന്റെ പൈസ നീ വെച്ച പൈസ അവൻ എടുത്തോണ്ട് വരട്ടെ. അയ്യോ, എന്താ? എന്റെ വലിയച്ഛനും എന്റെ സഹോദരിയുടെ മോളും കൂടെ ഇങ്ങോട്ട് വരുന്നു. നമുക്ക് വെൽക്കം ചെയ്യാലോ. അയ്യോ, അങ്ങേര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല, മഹാ കുഴപ്പക്കാരനാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, അങ്ങേരിവിടെ ഉള്ള സമയത്ത് ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടാ. അല്ല പോപ്സ്, ഇത്രയും പേടിക്കാൻ മാത്രം പുള്ളി ആരാ? അതെ, അങ്ങേര് എന്റെ വലിയച്ഛൻ മാത്രമല്ല, നാട്ടിലെ തരങ്കണി കമ്മ്യൂണിക്കേഷൻസ് എന്നൊരു നാടക കമ്പനി ഉണ്ട്, അതിന്റെ തലമൂത്ത കലാകാരനാണ് അയാള്. അങ്ങനെ പേരെന്തെന്നറിയാമോ? പേരേന് ഇടിവെട്ട് പേരാണ്, അണിയർത്തല പങ്കൈ. അയ്യോ, ഇനി പറഞ്ഞ് ലേറ്റായാലും ചീത്ത വിളിക്കും. എന്റെ ചെരുപ്പ് ഇവിടെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, ഇവിടെ ശബ്ദം ഉണ്ടാക്കരുത്. നമുക്ക് വഴക്ക് കേൾക്കും ചിലപ്പോ അല്ലേ.
വലിയച്ച മണിക്കുട്ടി മോളെ സുഖം തന്നെ ഓ മാമിസം തന്നെ. അങ്ങനെയൊക്കെ പോണു മക്കളെ. ഡേയ് സംസാരിച്ചോണ്ടിരിക്കാലോ, പൈസ കൊടുക്കാം. കൊടുക്കല്ലേ കൊടുക്കുമല്ലോ. അതെ ഇറങ്ങണില്ലേ? ഇറങ്ങി. ഇത് കയറി ഇരിക്കണത് മക്കളെ ഇറങ്ങ്. ഡേയ്, ആ ഡിക്കിക്കകത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതും കൂടെ എടുത്തോ. ഈ വലിയച്ഛൻ്റെ കാര്യം ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കണത്, വെറുതെ ഒന്നിന് കൊലയൊക്കെ വെട്ടി കൊണ്ടുവരണത്. നീ അടുത്തന്നെ പാടാ. അണാ തുറണ. ഇതെന്തോന്ന് ഗതയാ? മാമ നമ്മൾ പ്രോഗ്രാമിന് വന്നല്ലേ? ഇതാ എനിക്ക് തിന്നാൻ കൊണ്ടുവന്നത്. കളവന് ഒരു കുറവില്ല അല്ലേ? ഞാൻ വിചാരിച്ചു കൂടെ എടുക്ക്. നല്ല നാടൻ കൊല ആയിരിക്കും കൊണ്ടുവരണമെന്നു. കൃഷിയെ കൊള്ളല്ലേ, 2 കൊല കൊണ്ടുവന്നാ തരും കളവന്. പോവാൻ വലിയ ആ നശിപ്പിക്കാതെ കൊണ്ടുപോയിക്കണം. നാളെ പ്രോഗ്രാം ഉള്ളതാണ്. ആ അവന് പഴവും ഞാൻ കെട്ടി അവന് കൊടുത്ത് കൊണ്ടുകൊടുക്കാം. മക്കളെ പന്ന കളവൻ നാട്ടിൽ വാഴ കൃഷിയാണ്, എന്നിട്ട് ഒരു കൊല കൊണ്ടുവരാൻ പോയാ കഥയും കൊണ്ട് വന്നിക്കുന്നു. വലിയച്ചാ നാളെ കളി എവിടെ? ഇവിടെ അടുത്ത് തന്നെ ടൗൺ ഹാളില്. ടൗൺ ഹാളിലായിരുന്നു. കളിക്കിന് കളിന്നിരുന്ന് അറിയാം. എന്തൊരു ലങ്കോദകനം. അത് പൊളിക്കും, സൂപ്പർ. അതാവുമ്പോഴേ വലിയച്ഛന് അധികം മേക്കപ്പ് വേണ്ടല്ല. അല്ല അങ്ങനെ അല്ല വലിയച്ഛ ചോദിച്ചേ. ഞാൻ ഈ താടിയൊക്കെ വെച്ചിട്ട് എങ്ങനെ ഹനുമാൻ കളിക്കും? ഏയ് ആ സമയത്ത് താടി അങ്ങ് എടുത്തുകളെ. നമുക്ക് വർഷങ്ങൾ കൊണ്ട് നടത്തുന്ന തികതയാണിത്. ഇന്ന് ഇല്ലാതാക്കി കളയില്ല. ഇല്ല ഇല്ല അടവൈ. ഓ അപ്പോഴേ ഞാൻ വരണ്ടേ കളി കാണാൻ? നീ വരണം. പിന്നെ വരാതെ എന്റെ വലിയച്ഛന്റെ കളി കാണാൻ ഞാൻ വരാ, പിന്നെ വേറെ ആര് വരാൻ? അതുമല്ല ഇനി എത്ര നാളല്ലേ മോളെ? കുറ്റക്കാട്ട് പറയാനാ, 1000 കളി ഇനി കളിക്കാനുള്ളതാണ് കയ്യില്. മാമ എന്താ ഇപ്പൊ അങ്ങോട്ടൊന്നും വരാത്തെ? എന്തേലും പറയാൻ മക്കളെ, ഒരേ തിരക്ക്. നിനക്ക് എന്തിനു നിനക്ക് ആളും പേരും ഇല്ലാത്ത നിനക്ക്? അയ്യോ വലിയച്ഛ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ല, പിന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട്. പെണ്ണ് കെട്ടാത്ത നിനക്ക് വരെ എവിടുന്നാ പിള്ളേര്? അയ്യോ അങ്ങനത്തെ പിള്ളേരല്ല. പിന്നെ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാനൊരു ഹോസ്റ്റൽ നടത്തുകയാണ്. ഇവിടെ നിൽക്കുന്ന പിള്ളേരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരെ വിളിക്കാം. അവിടെ ലച്ചു, ജിയ, പാപ്പു, ഇങ്ങ് വാ. അതെ ഈ ഇവരുടെ ഉള്ളതുകൊണ്ട് ഇവരുടെ ഫുൾ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പം നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടൊക്കെ വരാൻ പറ്റാത്തത്. അല്ലാതെ എനിക്ക് ആരുടെ ദേഷ്യമൊന്നുമില്ല. ആ ബാക്കിയുള്ള ആ ഇതാണ് ഞാൻ പറഞ്ഞ പിള്ളേർ ഇവിടെ താമസിക്കുന്നത്. ഇത് എൻ്റെ വലിയച്ഛൻ, ഇത് എൻ്റെ സഹോദരി മോള് മണിക്കുട്ടി. ഓ ഇതൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ട് തന്നെ ഇവിടെ ഒന്ന് നിൽക്കണത്. ഓ വലിയ എന്താ അങ്ങനെ ചോദിച്ചേ? ഇതൊക്കെ എന്തൊരു ബാച്ചാടാ. ഇതൊക്കെ മോഡേൺ ഡ്രസ് അല്ലേ പൂസേ? എന്തൊരു ഡ്രസ്സായാലും കൊള്ളാം. മക്കളെ മണിക്കുട്ടി, മക്കളെ ആ ലങ്കാദഹനത്തിന്റെ ലാസ്റ്റ് സീനിൽ എടുക്കുന്ന സീനൊന്ന് വായിച്ച് കേൾപ്പിച്ചോളൂ. അല്ലയോ പ്രജകളെ, ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി അവളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പറഞ്ഞേട്ടാ, ഇതാണ് നമ്മൾ, അല്ലാതെ ഇംഗ്ലീഷുകാരല്ല. എന്താടാ എന്റെ റൂമാടാ. ലോല അവിടെ ഇങ്ങോട്ട് പോ. ബോബ്സേ, ആ മൂപ്പര ഞങ്ങളുടെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചേട്ടാ. ഹാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇപ്പൊ എല്ലാവരും ഇടുന്നല്ലേ, പിന്നെ എന്തിനാ അപ്പൂപ്പൻ അങ്ങനെയൊക്കെ പറയാൻ നിന്നെ? അയ്യോ വലിയച്ഛേ എന്താ പാൻ എടുക്കണ? നിക്ക് നിക്ക് നോക്കട്ടെ, നിനക്ക് നട്ടല്ലൊന്നുമില്ലേ? വേദന ഉണ്ടോന്നോ? ഏത് നേരത്തെ എനിക്കിവിടെ വരാൻ തോന്നിയത്.
ഈ തലോണ ബാക്കി വെച്ചോളി. ഡേയ് എൻ്റെ വീടിൻ്റെ കൂര ചോറിനാടാ. ഇല്ല, പിന്നെ എങ്ങനെയാടാ വീട്ടിനകത്ത് വെള്ളം വന്നത്? എനിക്കറിഞ്ഞൂടാ വലിയച്ഛ, ഞാനും രാവിലെ വന്ന് വീഴുന്നു. നിനക്ക് എന്തൊരു ചോദിച്ചാലും അറിഞ്ഞൂടോ? ഇനി എങ്ങനെ അപ്പൂപ്പ നമ്മൾ നാളെ നാടകം കളിക്കും? പിന്നെ മക്കളെ ഞാനും ആലോചിക്കണം എന്തിരിയേ ഈ കരിപ്പണം കെട്ടവനെ കാണാമെന്നത് തന്നെ ഒരു വിനയായി വന്നു. വലിയച്ഛ ഇങ്ങനെ വിഷമിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തൊരു വഴി ഉണ്ടാക്കാൻ? നല്ല തൈലം ഒരുപാട് ഞാൻ നന്നാക്കി തടയി തരാം. എനിക്ക് പണമില്ല, നിനക്ക് തടവാനല്ലേ അറിയാമോ? അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാലോ. ശ്രമിച്ചു നോക്കാൻ കിടക്കണം. എൻ്റെ കാലത്താണ് നിന്റെ പരീക്ഷണം അല്ലേ? എനിക്ക് പോടാ അവിടെ നിന്ന്. പരീക്ഷിക്കാൻ നടക്കണം. വെള്ളം ചൂടായിണ്ടേ. അതല്ലേ ഞാൻ ആവൂന്ന് പറഞ്ഞേ. കിഴി ഏയ് ഇതെന്തിന് വെള്ളം? ചൂടുവെള്ളം? ചൂടുവെള്ളം എന്നെ പുഴുങ്ങാനാ ചൂടുവെള്ളം ഉണ്ടാക്കിണ്ടാക്കുന്നത്? അല്ല, പുഴുങ്ങാല് വെച്ച ആവി പിടിച്ചു തരാൻ. ആവി കുടിക്കാനാ? ഇവിടെ അത് ആവി കുടിക്കാത്തല്ലേ, അവിടെ കല്ലിച്ച് നീരടിക്കും. കല്ലിച്ചൊക്കെ പുല്ല് പോട്ടെന്ന് എന്താണ് കിടക്കണത്? നിന്റെ തന്തേടെ പറയണ എന്തിനു കിടക്കണമെന്ന്. പിന്നെ എന്തിനു ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്നെ പറയും. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. പുലി നാടകം വേണ്ടെന്ന് നോക്കി പറഞ്ഞ വാക്കാണ് ഞാൻ പ്രവർത്തിക്കുന്നവരുടെ അറിയാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കൂടെ വേറെ ആൾക്കാർ കാണുമല്ലോ, അവരാരെയും പിടിച്ച് നിങ്ങൾ ആവേശം ചെയ്യിപ്പിക്കേ. മാമ, ഈ നാടകത്തിൽ ഞാനും അപ്പൂപ്പന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും മാത്രം നാടകം? അതങ്ങനാ. ഇതിൽ ഞാൻ സീതാദേവിയും അപ്പൂപ്പ ഹനുമാനും ആണ്. ഞങ്ങളുടെ കുറച്ച് ഡയലോഗും ഡാൻസും മാത്രമേ ഉള്ളൂ ഇതില്. കാര്യം പറയുമ്പോ എന്തിനാ മാമ ചിരിക്കണത്? അല്ല മക്കളെ, വലിയച്ഛൻ ഹനുമാനെന്ന് പറഞ്ഞപ്പോഴ് എന്റെ വലിയച്ഛൻ ഇത് എത്ര വർഷം കൊണ്ട് കാണുന്നത്. ഞാൻ എന്റെ കൊച്ചിലേ കാണണം. അന്ന് എനിക്ക് വിവരമില്ലാത്തോണ്ട് അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ അത് വിട്ട് മാറാറായില്ലേ? അതുമല്ല, ഹനുമാൻ എന്ന് പറഞ്ഞ ഇതെന്തോന്ന് ഒരു ഓഞ്ഞ ലുക്കിൽ നിങ്ങളെ ഹനുമാനൊക്കെ എങ്ങനെ കാണുന്നത്? നീ കാണണ്ട, ജനങ്ങൾ കണ്ടോളൂ. ഇങ്ങോട്ടൊക്കെ 75 സ്റ്റേജ് ഞാനും പുള്ളും കൂടെ നാടകം കളിച്ചതാണ്. അപ്പോഴൊക്കെ ഹനുമാന്റെ വേഷം കെട്ടി ഞാനാണ്. എന്റെ പൊന്ന് വലിച്ച 75 750 സ്റ്റേജ് കളിച്ച നിങ്ങളല്ലേ കളിക്കുന്നത്. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഇത്തിരി മസിലൊക്കെ വേണ്ടേ? ഈ ഓഞ്ഞ ശരീരം വെച്ചോണ്ട് നിങ്ങൾ എന്തിനു കാണിക്കാൻ? ജടാ മസിലൊക്കെ ഞാൻ പറ്റി കെട്ടും. അറിയാ, അത്രയൊക്കെ വച്ച് കെട്ടിയാൽ ഒരു മെനയാവണ്ടേ? നിനക്ക് മെനയാകൂല, കാണികൾക്ക് മെനയാകും. അപ്പൊ ഒരു മെനയും കൊണ്ട് വന്നേക്കണം. നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ വാ. നാളെ സ്റ്റേജ് കളിക്കണ്ടേ? കളിക്കണമല്ലോ. എന്തൊരു തീരുമാനം? ആ ഒരു തീരുമാനം പറയാം. നിനക്ക് ഈ ഹനുമാന്റെ വേഷം ചെയ്യാൻ പറ്റും? കലക്കും. ഞാൻ പറയുമ്പോ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ പറയുമ്പോൾ നീ ചെയ്താൽ മതി. നിനക്കാണെങ്കിൽ എന്നെ കാട്ടി നല്ല സൈസൊക്കെ ഉണ്ട്. ആ ഹനുമാന്റെ വേഷം നിനക്ക് നന്നായിരിക്കും. ഞാൻ പറയുമ്പോൾ നീ ചെയ്താൽ മതി. എല്ലാ കാര്യവും ഞാൻ പഠിപ്പിച്ചു തരും. രസല്ലേ? എന്റെ പൊന്നു പാപ്പു, നീ എന്താ അറിഞ്ഞിട്ട് ചെയ്യുന്ന പറയണത്? അല്ല, പഠിപ്പിച്ചു തരുമല്ലോ. പറ്റൂലേ? വീട്ടിനകത്ത് വെള്ളവും പോലെ വീട്ടി ഇറക്കി വരുന്ന ഞാൻ എന്റെ ഊപ്പാടും പാപ്പാടും നടുവരെ എടുക്കാൻ വയ്യ. അവന് കാണിക്ക് ചെയ്യാൻ വയ്യെന്ന്. നീ ചെയ്യും കേട്ടാ, ഞാൻ പറഞ്ഞു തരും. പോപ്സ് ഇത് ചെയ്യ്. പോപ്സിനെ കൊണ്ട് ഇത് പറ്റും. ആ അല്ലേ? പോപ്സിനെ ചെയ്യാൻ പറ്റുള്ളൂ. മാമ ചെയ്താ ശരിയാ. നീ എന്തൊക്കെയാടി പറയണത്? ഡയലോഗൊന്നും അറിയില്ല. അറിഞ്ഞൂടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയാക്കാം. പഠിപ്പിക്കാലോ അല്ലേ? അന്നല്ലേ നിന്നെ കൊണ്ട് പറ്റും. ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ ടെൻഷൻ വേണ്ട, നമ്മളെ ഏറ്റു. അത് മതി, അത് മതി. എന്നാ ശരി. അപ്പൊ സെറ്റ് അല്ലേ? അടിപൊളി. ഞാൻ കേട്ടാ, ഞാൻ പറയും എങ്ങ ഒന്ന് എത്തോകവനി പറഞ്ഞെല്ലാം പറഞ്ഞു. അല്ലയോ രാമ, എന്റെ വിഷമം അങ്ങ് കാണുന്നില്ലേ? എന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കാനായി ഇവിടേക്ക് ആരും വരില്ലേ? ദേവി ദേവി സീതാദേവി, ഞാനുണ്ട് ദേവി രക്ഷിക്കാൻ.
എടുത്ത് എന്ത് എന്തൊരു കുഴപ്പം ഇങ്ങനെയാണ് കളിക്കുന്നത്. ഏ? ഏ? എന്ത് കുഴപ്പം? എന്തൊരു നാച്ചുറൽ പിള്ളേരെ പാട്ടാ. ഞാൻ കളിച്ച കൊള്ളൂലേ അതെ ഞാൻ ഒരു കാര്യം പറയാം വലിയച്ഛൻ്റെ നാടകം കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. വലിയച്ഛ ഇതിനെക്കാട്ടിലും കേറായിട്ടാണ് കളിക്കുന്നത് അറിയാമോ? പാടരുത്. പപ്പ ഹനുമാന്റെ വേഷം കെട്ടിട്ട് മാത്രം കാര്യമില്ല, കഥാപാത്രത്തെ അങ്ങ് ഉൾക്കൊള്ളണ്ടേ. പാചകടിക്ക് എല്ലാവർക്കും പറ്റും. ഇതൊക്കെ സിമ്പിളാണ്. നല്ലതുപോലെ അങ്ങ് ചെയ്യ്. ഞാൻ ചെയ്തോളാം. ഏയ്, ഇത് VIP-കളാണ് വന്നിരുന്ന് കാണാൻ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് അത് നല്ല രീതിയിൽ കളി. ഞാൻ പറഞ്ഞു കളിച്ചില്ല ഞാൻ പറഞ്ഞ ഈ കഥ തന്നെ അടിക്കുമോ? ഇവനെ പിടിച്ചിട്ട് മക്കളെ ഒരിക്കൽ കൂടെ ചെയ്യണം. നോക്ക്, എനിക്ക് നടു പൊളിക്കൊണ്ടാണ് എന്നെ അവിടെ ഞാൻ ചെയ്യിപ്പിക്കണം. എൻ്റെ വീട്ടിൽ പറഞ്ഞാണ് എനിക്ക് പ്രവർത്താൻ പറ്റിയത്. വലിച്ച അങ്ങനെ പറയല്ലോ വലിച്ച. ഞാൻ ചെയ്യാം. വലിച്ച നോക്കും. ആഞ്ജനേയ സ്വാമി, ഈ ഉള്ളവൾ ഇവിടെ അകപ്പെട്ടിരിക്കുന്നത് എൻ്റെ ശ്രീരാമ ഭഗവാൻ അറിഞ്ഞോ? അറിഞ്ഞെന്ന് പറയണോ അറിയില്ലെന്ന് പറയണോ? അവസാനം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ പിള്ളേരെ മുമ്പായിട്ട് എന്നെ വഴക്ക് പറയരുത്. എന്ത് പറയണോ? അറിഞ്ഞു അങ്ങേരെ തന്നെ ഇങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു അയച്ചത്. അത് തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, ശ്രീരാമകൃഷ്ണ സ്വാമി. സോറി വലിച്ച, ഒന്നുകൂടെ ചെയ്യാം. ഡയറക്ടറാണ് ഞാൻ. ഡയറക്ടർ സോറി ഡയറക്ടർ, ഒന്നുകൂടെ ചെയ്യാം. എന്റെ പപ്പ ഇങ്ങനെ നടന്ന് ഉഴപ്പാണ് മര്യാദക്ക് ചെയ്തേ. ലച്ചു, എന്തറിഞ്ഞിട്ട് നീ? ഞാൻ ഇവിടെ മൊത്തത്തിൽ ഇതാതിരിക്കാണ്. ഒന്നുകൂടെ പോ സാർ. ദേവി ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ. രാമകൃഷ്ണ അദ്ദേഹം അവിടെ എന്തിനു പറയുന്ന രാമകൃഷ്ണ? എന്തിനപ്പ അത്? എന്നിട്ട് ചിരിക്കണേ? ഞാൻ അവിടെ പിടിവെട്ടിക്കാൻ കുത്തിക്കാറ്റുകളായി. ചിരിക്ക്, എല്ലാരും ചിരിക്കും. ഡയറക്ടർ വലിച്ചൻ സാർ, എന്നെ കൊണ്ട് പറ്റൂല. എല്ലാരും ചിരിക്കാൻ എനിക്കിന് നാണം കെടാൻ വയ്യ. നിങ്ങൾ വേണമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ ടെൻഷൻ അടിക്കണ്ട, പപ്പനെ ഞങ്ങൾ ശരിയാക്കി എടുത്തോളാം. പിന്നെ ബാ. അപ്പൊ പപ്പേനെ ഞങ്ങൾ എല്ലാം പഠിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ടുണ്ടോ അല്ലേ? സെറ്റാണ്. ഇനി തട്ടേ കയറിയ മാത്രം മതി. രാമാ കാത്തോളണമേ. പപ്പ നന്നായി ചെയ്ത് കാണോ? ജിയ കാരണമാണ്, അല്ലെ ഞാനും പോയി കണ്ടേനായിരുന്നു പപ്പൻ്റെ പെർഫോമൻസ്. പഠിപ്പിച്ച പോലെയൊക്കെ ചെയ്ത് കാണുമായിരിക്കും അല്ലേ? പപ്പ എന്ത് മൈൻഡ് ചെയ്യാണ്ട് വേണം ഇവിടെ വന്നിരുന്ന് ചോദിക്കട്ടെ. വാ വന്നിരിക്കേ. പപ്പ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ, ആരാധകരുടെ എണ്ണം കൂടി കാണും. എന്നെ ഒന്നും അങ്ങനെ കാണരുത് കേട്ടോ. ഇനി നമ്മളൊക്കെ പാവലച്ചു തന്നെയാണ്. അയ്യോ ഇതെന്താ പറ്റി? എന്തു പറ്റി പപ്പ? മേക്കപ്പ് ആണോ? അല്ലേ? പിന്നെ ഇതെന്താ തുടരുത്. അതെ, നാടകം കളിച്ചോണ്ടിരിക്കായിരുന്നല്ല, നല്ല ഓഡിയൻസ് ആയിരുന്നു, നല്ല സഹകരണം ഉണ്ടായിരുന്നു. ആദ്യം സ്റ്റേജിൽ കയറി ഞാൻ കളിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കരമായി കൈയൊക്കെ തട്ടി പ്രോത്സാഹിപ്പിച്ചു. കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എന്തു പറ്റി? നമ്മൾ ദേവി ദേവി എന്നാണല്ലോ പാടേണ്ടത്. അതിന് പകരം ഞാൻ ബേബി ബേബി എന്ന് പാടിപ്പോയി. ആദ്യം തന്നെ ഒരു കല്ല് വന്ന് മുഖത്ത് പതിച്ചു.
പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മണിക്കുട്ടിയെ ഓടിക്കോടി. അയ്യേ പോടാ. അപ്പോ അപ്പൂപ്പന് മണിക്കുട്ടിയോ? ആ പന്ന പറട്ട കിളവന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. എന്തൊരു അപ്പ? പിന്നെ ഇത്രയും പേര് ചേർന്ന് അവിടെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുന്ന സമയത്ത് വലിയച്ച ഇടപെടൂ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു കൂവി. ആ കിളവൻ ആ സമയത്ത് ആ പെണ്ണിനെയും വിളിച്ചോണ്ട് ഓടിക്കളഞ്ഞു. ഞാൻ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വെളിയിറങ്ങി, ഇത്രയും അടിയും കൊണ്ടിട്ട് ഞാൻ വെളിയിറങ്ങി അയാളെ ഫോൺ ചെയ്തു. അപ്പോൾ അയാൾ പറയാണ് തിരുവനന്തപുരം ബസ്സിൽ കയറി ഇരിക്കണമെന്ന്. എന്നിട്ട് എൻ്റെ അടുത്തൊരു ചോദ്യം, എടാ നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കണമെന്ന്. അയ്യോ, അങ്ങനെ ചോദിച്ചോ? പിന്നെ അല്ലാതെ. എന്തായാലും ആൾക്കാർ നന്നായി പഞ്ഞി കിട്ടല്ലേ. ഇതിനൊക്കെ കാരണം രാവിലെ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടില്ലേ, അതാരാണോ അവരാണ്. അല്ലെങ്കിൽ എനിക്ക് നാടകത്തിന് പോകേണ്ടി വരൂല. ആ പറട്ട കിളവൻ വന്നിട്ട് നാടകത്തിന് പോയാനെ. ആ കിളവ വിഴുന്നുകൊണ്ടല്ലേ എനിക്ക് കട്ടുപിടിക്കണം. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഒരു കണക്കിന് പറഞ്ഞാൽ വരാണ്ടിരുന്ന നന്നായി. അല്ല, പപ്പന് ഓഡിയൻസിന്റെ നല്ല ഇടിയിട്ടില്ലേ പാവം. എന്റെ പൊന്നു മനു ബ്രോ, ഞാൻ മോഹൻലാലേട്ടൻ ജോർജ് സാറിനെ പഞ്ഞിക്കിടണ സീൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ആ വെക്കാം, പിന്നെ വിളിക്കാം. ശരി, ആ ഓക്കെ. ആ എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നേ? അത് പിന്നെ ശീലം ഫോൺ വിളിച്ച് വരുമ്പോഴേ ഇങ്ങനെ. നാടകം എങ്ങനെ ഉണ്ടായിരുന്നു പോക്സ്? നാടകമൊക്കെ നന്നായിരുന്നു. മുഖത്ത് എന്തു പറ്റി? ഇതെന്താ? നാടകത്തിന്റെ ക്ലൈമാക്സ് ഇവിടെയാണ് ഓടാൻ പോണത്. കറി കഴിച്ച ഹബ്ബി ഇപ്പോ ഹാപ്പിയായേ, പ്രീതുലച്ച റാണി ഇപ്പോ പ്രാണിയായേ. കറി കഴിച്ച ഹബ്ബി ഇപ്പോ ഹാപ്പിയായേ, പ്രീതുലച്ച റാണി ഇപ്പോ പ്രാണിയായേ.